ഹലോ സ്റ്റുഡൻസ്, 10th സ്റ്റാൻഡേർഡ് ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ അതിൽ നമുക്കിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോണും നെർവ്സും നോക്കാം. ഓക്കെ, നെർവ്സ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാ? സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ്, മിക്സഡ് നെർവ്സ്. ന്യൂറോൺ ആണെങ്കിൽ 2 ടൈപ്പും, സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും. ഓക്കെ, നോക്കിയേ ന്യൂറോൺ എത്ര ടൈപ്പാണ് ഉള്ളത്? സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും. നെർവ്സ് ആണെങ്കിൽ 3 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്. ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇമ്പൾസസിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ്. അതായത് ഇപ്പോൾ ന്യൂറോൺ ആണെങ്കിൽ ഇമ്പൾസസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്ന നെർവ്സിനെ നമ്മൾ സെൻസറി നെർവ്സ് എന്നും, തിരിച്ച് ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്ന് ബോഡിയിലെല്ലാം എത്തിക്കുന്നതിനെ നമ്മൾ മോട്ടോർ നെർവ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അല്ലേ? സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നു. അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോൺ ആണെങ്കിലോ ബ്രെയിൻ ചെയ്ത റെസ്പോൺസസിനെ ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെയിനിൽ നിന്നും ഫ്രം ദി ബ്രെയിൻ ആണ് മോട്ടോർ. ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡോ സെൻസറി ന്യൂറോൺ. ഓക്കെ അല്ലേ? ഇനി നെർവ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഇത് 3 ടൈപ്സ് വരുന്നുണ്ട്. ഇതിൽ ഫോം ചെയ്യുന്ന രീതിയും കൂടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നുണ്ട്. അതായത് നെർവ്സ് ക്ലാസിഫൈ ചെയ്യുന്നത് ഡയറക്ഷൻ മാത്രം വെച്ചിട്ടല്ല, ഇത് ഫോം ചെയ്യുന്ന രീതിയിലും കൂടെയാണ്. ഇപ്പോൾ സെൻസറി നെർവ്സ് ആണെങ്കിൽ അത് ഫോം ചെയ്യുന്നത് സെൻസറി നെർവ് ഫൈബേഴ്സിൽ നിന്നാണ്. ഓക്കെ, സെൻസറി നെർവ് ഫൈബേഴ്സിൽ നിന്ന് ഫോം ചെയ്യുന്നതിനെ നമ്മൾ സെൻസറി നെർവ്സ് എന്ന് പറയുന്നു. മോട്ടോർ ആണെങ്കിൽ മോട്ടോർ നെർവ് ഫൈബേഴ്സ്. ഇനി ഇത് രണ്ടും മിക്സഡ് നെർവ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഈ സെൻസറി നെർവ് ഫൈബേഴ്സും അതുപോലെ തന്നെ മോട്ടോർ നെർവ് ഫൈബേഴ്സും. ഓക്കെ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന നെർവിനെയാണ് നമ്മൾ മിക്സഡ് നെർവ് എന്ന് പറയുന്നത്. ഇനി സെൻസറി നെർവിൻ്റെ ഫങ്ഷൻ എന്താ? സെൻസറി നെർവിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു കേട്ടോ, ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. ബോഡിയുടെ ബാക്കി എല്ലാ പാർട്ടിൽ നിന്നുള്ള ഇമ്പൾസസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നത്. അതായത് നമ്മൾ ന്യൂറോൺ പറഞ്ഞ പോലെ തന്നെ ന്യൂറോണിൽ സെൻസറി ന്യൂറോണിൻ്റെ ഡ്യൂട്ടി പോലെ തന്നെ ബോഡിയുടെ ബാക്കി പാർട്സിൽ നിന്നുള്ള എല്ലാ ഇമ്പൾസസിനെയും ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സെൻസറി നെർവിൻ്റെ. ഓക്കെ, തെറ്റിപ്പോയത് ന്യൂറോണും നെർവും തമ്മിൽ തെറ്റരുത്. സെൻസറി നെർവിൻ്റെ ഫങ്ഷൻ. ഓക്കെ അല്ലേ? ഇനി മോട്ടോർ നെർവിൻ്റെ ഫങ്ഷനോ അതേപോലെ തന്നെ നമ്മുടെ ഈ ബ്രെയിനിലും സ്പൈനൽ കോഡിലും എത്തിയ ആ ഇമ്പൾസസിനെ ബാക്കി ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും കൊണ്ടുവരുന്നതാണ് നമ്മുടെ മോട്ടോർ നെർവിൻ്റെ ഫങ്ഷൻ. മിക്സഡ് നെർവ് എന്ത് ചെയ്യും? ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്നും ക്യാരി ചെയ്യുന്ന, അതായത് 2 ജോലിയും ചെയ്യുന്ന നമ്മുടെ നെർവ്സിനെയാണ് മിക്സഡ് നെർവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഹൈവേ ഒക്കെ പറയത്തില്ലേ, ഇപ്പോൾ 1 വേ 2 വേ, അതുപോലെ ഇപ്പം അങ്ങോട്ട് മാത്രം പോകുന്ന റോഡ് പോലെയാണ് നമ്മുടെ സെൻസറി നെർവ്. പിന്നെ ഇങ്ങോട്ട് മാത്രം വരുന്ന റോഡാണ് മോട്ടോർ നെർവ്. ഇത് രണ്ടും കൂടെ ഉള്ള നമ്മുടെ സാധാരണ റോഡൊക്കെ പോലെ 2 വേ റോഡ്സ് ആണ് മിക്സഡ് നെർവ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെർവസ് സിസ്റ്റം എന്താന്ന് നോക്കാം. നെർവസ് സിസ്റ്റം നമുക്ക് 2 പറയാം, അതായത് 2 പാർട്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. എന്താ? സെൻട്രൽ നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്താ ഉള്ളത്? ബ്രെയിനും സ്പൈനൽ കോഡും. ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങിയിരിക്കുന്നതിനെ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എന്താ? അതായത് ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. ക്രേനിയൽ നെർവ്സിൽ എത്ര പെയർസ് ഉണ്ട്? 12 പെയർസ് ഓഫ് ക്രേനിയൽ നെർവ്സും 31 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സും. ഏതിലാണ് ഉള്ളത്? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ
12 pairs of cranial nerves, 31 pairs of spinal nerves. ഇത് എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ, വൺ വേർഡ് ആയിട്ട്. സോ ശ്രദ്ധിച്ചോ. ഇനി നമുക്ക് നോക്കാം ബ്രെയിൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ബ്രെയിൻ എന്താ? ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ബ്രെയിൻ. ഇനി ബ്രെയിനെ പറ്റി ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ബ്രെയിൻ ആണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ സെൻട്രൽ പാർട്ട് അല്ലേ. നമ്മുടെ ഇമ്പൾസസും അതുപോലെ തന്നെ റെസ്പോൺസസ് ഒക്കെ അതിൻ്റെ എല്ലാം സെൻട്രൽ പാർട്ട് എന്ന് വെച്ചാൽ എന്താ? ബ്രെയിൻ ആണ്. സോ ഈ ബ്രെയിൻ എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? ബ്രെയിൻ്റെ പ്രൊട്ടക്ഷൻ എന്താന്ന് നമുക്ക് നോക്കിയാലോ. പ്രൊട്ടക്ഷൻ ഓഫ് ദ ബ്രെയിൻ, ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ അല്ലേ. ഇപ്പോൾ നമ്മുടെ അടിച്ചാലൊന്നും അകത്തുനിന്ന് സാധനങ്ങളൊന്നും പുറത്ത് വരാതിരിക്കണമെങ്കിൽ എന്താ, അവിടെ ഒരു ഭയങ്കര കട്ടിയുള്ളൊരു സാധനമുണ്ട്. സോ അത് നമ്മുടെ സ്കള്. അപ്പോൾ ബ്രെയിൻ നമ്മുടെ സ്കളിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് സ്കൾ എഴുതാം. ആദ്യത്തെ പോയിന്റ് സ്കൾ. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കവേർഡ് ബൈ 3 ലെയേർഡ് മെംബ്രെയിൻ. അതിൻ്റെ പേരാണ് മെനിഞ്ചസ്. എന്താ? ഇറ്റ് ഈസ് ഓൾസോ കവേർഡ് ബൈ 3 ലെയേർഡ് മെംബ്രെയിൻ. 3 പാളിയുള്ളൊരു മെംബ്രെയിൻ വെച്ച് കവേർഡ് ആണ്. അതിൻ്റെ പേരെന്താ? മെനിഞ്ചസ്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ അടുത്ത പോയിന്റാണ് മെനിഞ്ചസ്. ഇനി ഈ മെനിഞ്ചസിൻ്റെ ഇതിൻ്റെ അകത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ മെനിഞ്ചസ്, ഈ ബ്രെയിനിൻ്റെ ഈ മെനിഞ്ചസിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഈ ബ്രെയിനിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഈ വെൻട്രിക്കിൾസ് അതിലൊക്കെ എന്താ, ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ മൂന്നാമത്തെ പോയിന്റ് എന്താ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ദ ബ്രെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ബ്രെയിൻ സ്കളിൻ്റെ അകത്ത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ 3 ലെയേർഡ് മെംബ്രെയിൻ മെനിഞ്ചസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മെനിഞ്ചസിൻ്റെ ഉള്ളിലും അതിൻ്റെ ഹോൾസിലൊക്കെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇത് നോക്കാനാണെങ്കിൽ ഇത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ്. ബ്ലഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് റീഅബ്സോർബ് ഇൻ ടു ദ ബ്ലഡ്, ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ എന്താ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താ? ആദ്യം നമുക്ക് എഴുതാം. ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് reabsorbed into the blood. ഓക്കെ, ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്. നമ്മൾ മൈലിൻ ഷീത്ത് പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷനിൽ ഒന്നായിരുന്നു അല്ലേ, പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ. അതേപോലെ തന്നെ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും ബ്രെയിന് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നറിഷ്മെൻറ്റ്, ബ്രെയിനിൻ്റെ നറിഷ്മെൻറ്റ് ഏതാ ചെയ്യുന്നത്? നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഇതുപോലെ തന്നെ വേറൊരു ഡ്യൂട്ടിയും കൂടെ ഉണ്ട്, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലെ പ്രഷർ റെഗുലേറ്റ് ചെയ്യും. ബ്രെയിനിൻ്റെ ഉള്ളിൽ റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ ആൻഡ് പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്നും. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഉള്ളിലെ പ്രഷർ റെഗുലേറ്റ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ, റെഗുലേറ്റ് ദ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ബ്രെയിനിൻ്റെ പാർട്സും അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നോക്കാം. സോ ആദ്യം നമുക്ക് സെറിബ്രം എന്താണെന്ന് നോക്കാം. ഇതേണ്ടേ ഈ കാണുന്ന ഈ ചുളിവൊക്കെ ഉള്ള ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ സെറിബ്രം എന്ന് പറയുന്നത്. കണ്ടോ, ഏറ്റവും കൂടുതലുള്ള പാർട്ട് ഇതാ അല്ലേ. സോ സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. കണ്ടോ, ബ്രെയിനിലെ ഏറ്റവും വലിയ പാർട്ടാണ് സെറിബ്രം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. ഈ മടക്കും ചുളിവൊക്കെ വേറെ പാർട്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് സെറിബ്രത്തിനാണ് അല്ലേ. The grey colored outer part of the cerebrum is called cortex and white colored inner part of the cerebrum is medulla. ഇവിടെ നമ്മുടെ സെറിബ്രത്തിൻ്റെ പുറത്ത് കാണുന്ന ഗ്രേ കളേർഡ് മാറ്ററിനെ നമ്മൾ എന്ത് പറയും? കോർട്ടെക്സ് എന്ന് പറയും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ വൈറ്റ് കളേർഡ് മാറ്ററിനെ നമ്മൾ മെഡുള്ള എന്ന് പറയും. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻ മേജർ ഫങ്ഷൻ ആണ്, നോക്കിക്കോ.
സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഇപ്പോൾ നമ്മുടെ ചിന്ത, അതുപോലെ തന്നെ ബുദ്ധി, മെമ്മറി, ഇമാജിനേഷൻ, ഇതിൻ്റെയൊക്കെ കാര്യം എന്താ? ഇതിൻ്റെയൊക്കെ റീസൺ സെറിബ്രമാണ്. സെറിബ്രമാണ് ഇപ്പോൾ നമുക്ക് റെസ്പോൺസസ് ഒക്കെ ഉണ്ടാക്കുന്ന മേജർ പാർട്ട്, ബ്രെയിൻ്റെ മേജർ പാർട്ട് തന്നെയാണ് സെറിബ്രം. ഇനി വേറൊരു കാര്യമുണ്ട്, നമ്മുടെ വോളണ്ടറി മൂവ്മെൻറ്റ്സ്, നമ്മൾ നടക്കുന്നത്, ഓടുന്നത്, ആരെങ്കിലും ഇടിക്കുന്നത്, ചവിട്ടുന്നത്, ഇതെല്ലാം, അതായത് നമ്മുടെ ഐച്ഛിക ചൈതന്യം, നമ്മൾ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ സഹായിക്കുന്നത് സെറിബ്രമാണ്. ഓക്കെ. ഇനി ഇവോക്ക് സെൻസേഷൻസ് ഉണ്ടാവുന്നതും സെറിബ്രം കൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താ? സെറിബെല്ലം. ഓക്കെ, പേര് തന്നെ ചർച്ചയുണ്ട്. അപ്പം സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. സെറിബ്രം ഫസ്റ്റ് പാർട്ടായിരുന്നെങ്കിൽ സെറിബെല്ലം സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ഇതെവിടെയാണ് കാണുന്നത്? സെറിബ്രത്തിൻ്റെ താഴെ ബിഹൈൻഡ് ആയിട്ട് 2 ഫ്ലാപ്സ് ആയിട്ട്, അതേണ്ടേ ഈ കാണുന്ന, ഈ രണ്ടായിട്ട് കാണുന്ന ഒരു ഹാർട്ട് ഷേപ്പൊക്കെ പോലെ കാണുന്ന ഒരു പാർട്ടാണ് നമ്മുടെ സെറിബെല്ലം. ഇനി ഈ സെറിബെല്ലത്തിലും ഇതേപോലെ തന്നെ ഫിഷേഴ്സും ഫോൾഡും ഈ ചുളിവും അടക്കെല്ലാം ഉണ്ട്. ഇതിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താ? കോർഡിനേറ്റ്സ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് കോർഡിനേറ്റ്സ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഓക്കെ, മസ്കുലാർ ആക്ടിവിറ്റീസ്, നമ്മളെ ഈ ഇടിക്കുക, ഈ നമ്മളെ റിഫ്ലെക്സ് ആക്ഷൻ, ഇതുപോലെ ഇപ്പം നമ്മുടെ കൈ പൊള്ളുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ വലിക്കത്തില്ലേ, ഇങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യുന്നത് എന്താ? സെറിബെല്ലമാണ്. അതുപോലെ തന്നെ ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതും സെറിബെല്ലമാണ്. സെറിബെല്ലത്തിൻ്റെ 2 മെയിൻ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? കോർഡിനേറ്റ്സ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെഡുല ഒബ്ലോങ്കേറ്റ നോക്കാം. അതെന്താ? അതിൻ്റെ ഷേപ്പ് തന്നെ റോഡ് ഷേപ്ഡ് ആണ്, ഓർത്തിരിക്കണം. അതൊരു സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്, ബാക്കിയൊന്നിനും ഇല്ലാത്തൊരു ഫീച്ചറാണ് റോഡ് ഷേപ്ഡ് മെഡുല ഒബ്ലോങ്കേറ്റ. ഓക്കെ, ഇതിൻ്റെ ഷേപ്പ് റോഡ് ഷേപ്ഡ്, വടി പോലെ ഇരിക്കുന്നത്. ആൻഡ് സീൻ ബിലോ ദ സെറിബ്രം, സെറിബ്രത്തിൻ്റെ താഴെയായിട്ട്, ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം. ഓക്കെ, അതെവിടെയാണെന്ന് നോക്കിക്കതേ. സെറിബ്രത്തിൻ്റെ താഴെയും നിയർ ദ സെറിബെല്ലം, സെറിബെല്ലത്തിൻ്റെ അടുത്തും കാണുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്താ? കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. ഇപ്പം നമ്മൾ സെറിബ്രം പറഞ്ഞത് വോളണ്ടറി ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ഇപ്പോൾ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, ഇങ്ങനത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ് എന്താ? ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ഇനി നമുക്ക് തലാമസ് എന്താ നോക്കാം. ഓക്കെ, തലാമസ് നോക്കിക്കേ. സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം, സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് ഇതേ കാണുന്ന ഈ ഒരു പാർട്ടാണ് എന്ത്? തലാമസ്. ഇതെന്താ ചെയ്യുക? ആക്ട് ആസ് ദ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ആൻഡ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നും പോകുന്ന ഇമ്പൾസസിൻ്റെ ഒരു റിലേ സ്റ്റേഷൻ, ഒരു ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ തലാമസ്. ഇനി അടുത്ത പോയിന്റ് എന്താ? അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ടു ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്രം. എല്ലാ ഇമ്പൾസസും കൂടെ കൂടിക്കൊഴിഞ്ഞ് വരുക അല്ലേ. അപ്പം ഇതിനെ എല്ലാത്തിനെയും നമ്മൾ ബ്രെയിനിലേക്ക് വിടാൻ പറ്റില്ല, സെറിബ്രത്തിലേക്ക് വിടാൻ പറ്റത്തില്ല. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെല്ലാം തിരഞ്ഞെടുത്ത് മാറ്റി അതിനെ ബ്രെയിനിലേക്ക് എത്തിക്കുക എന്നുള്ള ജോലിയാണ് ആരുടെ? തലാമസിൻ്റെ. തലാമസിൻ്റെ എന്തൊക്കെയാ? സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം, സെറിബ്രത്തിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്നു. ആക്ട് ആസ് ദ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ, ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്നുമുള്ള എല്ലാ ഇമ്പൾസസിൻ്റെ റിലേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ സെറിബ്രത്തിലേക്ക് വരുന്ന നമ്മുടെ ഇമ്പൾസസിനെ എല്ലാം എന്ത് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് പാർട്ട് നോക്കിക്കേ. ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്താ? സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. സിമ്പിളാണ്, 2 പോയിന്റുകൾ നോക്കിക്കോ. സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. തലാമസ് എവിടെ? തലാമസിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് തേണ്ടേ കണ്ട, ഇതാണ് നമ്മുടെ ഹൈപ്പോതലാമസ്. ഈ പാർട്ട് ഇതെന്താ ചെയ്യുന്നത്? പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാറ്റസ്. ഇപ്പോൾ നമ്മുടെ ഹോർമോൺസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹോമിയോസ്റ്റാറ്റസിൻ്റെ മെയിൻ്റനൻസിന് ഒരു വലിയ പങ്കാണ് നമ്മുടെ ഹൈപ്പോതലാമസ് വഹിക്കുന്നത്. ഓക്കെ, ഹൈപ്പോതലാമസ് എന്താ ചെയ്യുക? സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്, തലാമസിൻ്റെ തൊട്ട് താഴെ സിറ്റുവേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോമിയോസ്റ്റാറ്റസിൻ്റെ മെയിൻ്റനൻസിന് ഭയങ്കര വലിയ റോള് വഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ആൾ അബൌട്ട് ബ്രെയിൻ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് പഠിക്കാം. സോ താങ്ക് യു.